ഈ സ്ത്രീയുടെ പേര് അനുപ അമ്പാടി എന്നാണ്. ഇവർ തൊടുപുഴ നഗരസഭയിൽ 36-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും അങ്ങനെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്നൊക്കെ വിശദീകരിക്കുന്നതാണ് ആ കുറിപ്പ്. ഒരു പഞ്ച് ഡയലോഗോടുകൂടിയാണ് സംഘടനയുടെ ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. BJPക്ക് എങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ചോദിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് BJPക്ക് നിങ്ങളെ അബ്ദുൽ കലാം ആക്കാൻ കഴിയും, ഇടതു വലതന്മാർക്ക് നിങ്ങളെ അജ്മൽ കസബ് ആക്കാനേ കഴിയൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2014 ശേഷം BJP RSSൽ അംഗമായ ഒരാളാണ് ഈ സ്ത്രീ. അത് അജ്മൽ കസബ് എന്ന ഒറ്റ പ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് മുസ്ലിങ്ങളോടുള്ള മനോഭാവവും അവരുടെ രാഷ്ട്രീയ നിലവാരവും ആർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും തീവ്ര ചിന്താഗതിയുള്ളവരാണ്, അല്ലെങ്കിൽ അജ്മൽ കസബിൻ്റെ മനോഭാവമുള്ളവരാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലാണ് ഈ സ്ത്രീയെ പോലെയുള്ള ആളുകൾ മുസ്ലിം സമുദായത്തെ കാണുന്നതും വിലയിരുത്തുന്നതും. കാവിപ്പട, മോദിപ്പട തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് വിളിച്ചു പറയാനും എഴുതി പിടിപ്പിക്കാനും ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഇവരുടെ വലിയ പ്രത്യേകത. അത്തരത്തിൽ അവർക്ക് കിട്ടിയ മെസ്സേജിൻ്റെ ഭാഗമാണ് ആ കുറിപ്പിൻ്റെ ആദ്യത്തിൽ അവർ എഴുതി പിടിപ്പിച്ചത്. ആരാണ് APJ അബ്ദുൽ കലാം? നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. അതിനു മുമ്പ് തന്നെ മിസൈൽ മാൻ എന്ന പേരിൽ ലോകത്താകമാനം അറിയപ്പെട്ട വലിയ ഒരു ശാസ്ത്രജ്ഞനാണ്. അഗ്നിച്ചിറകുകൾ എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വലിയൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ് APJ അബ്ദുൽ കലാം. ഈ അബ്ദുൽ കലാമിനെ ഇന്ത്യക്കായി, ലോകത്തിനായി BJP സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് മദ്രസയിൽ മാത്രം പോയി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ച് ജീവിതം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ ആ നാട്ടിലെ പ്രാദേശിക BJP നേതാവ് ഇദ്ദേഹത്തെ ബാലനായ APJ അബ്ദുൽ കലാമിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് സ്കൂളിൽ കൊണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ APJ അബ്ദുൽ കലാമിനെ പിന്നീട് ആ BJPയുടെ പ്രാദേശിക നേതാവ് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ മോദിജി വിദ്യാർത്ഥിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ കോളേജിൽ അയക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം നേടുന്നു, അങ്ങനെ ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാവുന്നു, അവസാനം ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാറുന്നു. ഇതാണ് ഈ സംഘിണി APJ അബ്ദുൽ കലാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് 2014 ശേഷം BJP RSSൻ്റെ ഭാഗമായതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ്. തുടർന്ന് ആ കുറിപ്പിൽ സംഘിണി പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് BJP ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. മുസ്ലിം സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ അന്തസ്സായി തല ഉയർത്തി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് അവകാശപ്പെടുന്ന സംഘടനയോട്, സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് കലാപത്തിൻ്റെ രക്തസാക്ഷിയായി ഇന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിം സ്ത്രീയായ ബിൽക്കീസ് ബാനുവിൻ്റെ അന്തസ്സിന് വേണ്ടി, അവർക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജീവിക്കാൻ വേണ്ടി BJPക്കാരായ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെ ക്രൂരമായി മർദ്ദിച്ച, ആക്രമിച്ച, ബലാത്സംഗം ചെയ്ത, അവരുടെ ഉദരത്തിലുണ്ടായിരുന്ന പിഞ്ചു പൈതലിനെ കുത്തിയെടുത്ത് പച്ചയ്ക്ക് കത്തിച്ച ആ അക്രമികളെ, ആ കലാപകാരികളെ, ആ തീവ്രവാദികളെ നമ്മുടെ നാട്ടിലെ കോടതി അവരെ ശിക്ഷിച്ചപ്പോൾ ഗുജറാത്തിലെ BJP സർക്കാർ അവരെ നിരുപാധികം വിട്ടയക്കുകയല്ലേ ചെയ്തത്? പുറത്തിറങ്ങിയ ക്രിമിനലുകളെ ജയ് ശ്രീറാം വിളികളോടെ പൂമാലയിട്ടും പൂച്ചെണ്ടും നൽകിയല്ലേ നിങ്ങൾ BJP പ്രവർത്തകർ സ്വീകരിച്ചത്? ആ നിങ്ങളാണോ മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനധികം പറയണം, ഇങ്ങ് നമ്മുടെ കേരളത്തിൽ പാലത്തായിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ, യത്തീമായ, ബാപ്പ മരിച്ചുപോയ ഒരു ചെറിയ മുസ്ലിം പെൺകുട്ടിയെ, ആ കുട്ടിയുടെ ഗുരുനാഥനായ പപ്പൻ എന്ന പത്മരാജൻ, BJP പ്രാദേശിക നേതാവ് കൂടിയായ ആ കൊടും ക്രിമിനലിനെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി മരണം വരെ ജയിലിലടച്ച കേസിൽ അയാൾ നിരപരാധിയാണെന്നും തുറന്നു വിടണമെന്നും പറഞ്ഞ് നിങ്ങളടക്കമുള്ള BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി സമരമുഖത്തല്ലേ? ആ നിങ്ങളാണോ മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി സംസാരിക്കുന്നത്? ആ നിങ്ങളാണോ മുസ്ലിം സ്ത്രീകൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിമറിക്കുന്നത്? ആ നിങ്ങളെ വിശ്വസിച്ചാണോ ഞങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ മുസ്ലിങ്ങളെ എല്ലാം ഞങ്ങൾ അബ്ദുൽ കലാം ആക്കുമെന്ന് അവകാശപ്പെട്ട നിങ്ങൾ UP അഖ്ലാഖിൻ്റെ കുടുംബത്തോട് ചെയ്തത് എന്താണ്? അദ്ദേഹം കഴിച്ചിട്ടില്ലാത്ത, വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ബീഫിൻ്റെ പേരിൽ നിഷ്കരുണം ആ വയോധികനെ നിങ്ങൾ കൊന്നു കൊലവിളിച്ച കേസിൽ ഇപ്പോൾ അവിടുത്തെ UP സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അവരെയും നിരുപാധികം വിട്ടയക്കാനുള്ള തീരുമാനത്തിലാണ്. ഭീകരമായ ആ സംഭവത്തോടുകൂടി സ്വന്തം നാട് പോലും നഷ്ടപ്പെട്ട അഖ്ലാഖിൻ്റെ കുടുംബം ഇന്നും ഡൽഹിയിൽ അന്തേവാസികളായി ജീവിക്കുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ മുസ്ലിങ്ങളെ അബ്ദുൽ കലാം ആക്കുന്നത്? ഇത് കേവലം മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. നിങ്ങൾ ഇന്ത്യയിലെ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് ദളിതരോട്, അവർണരായ മറ്റ് മനുഷ്യരോട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എത്രയെത്ര ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞങ്ങൾ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ അജ്മൽ കസബിന് പകരം ഞങ്ങളെയൊക്കെ അബ്ദുൽ കലാം ആക്കാമെന്ന് അവകാശപ്പെട്ട ചേച്ചിയോട്, സംഘടനയോട്, സ്ഥാനാർത്ഥിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BJP RSS ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ
നിങ്ങളെ ഒന്നാം തരം നല്ലൊരു മനുഷ്യ സ്ത്രീയാക്കി ഞങ്ങൾ മാറ്റിത്തരാം. RSS നിങ്ങളെ വളർത്തുന്നത് ഗോഡ്സേവാദികളായിട്ടാണ്, മാപ്പെഴുതാൻ പരിശീലനം നൽകുന്ന സവർക്കർമാരായിട്ടാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലടക്കം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ വലിയ ചരിത്രമുള്ള തീപാറുന്ന പോരാട്ട വീര്യങ്ങളുടെ പിൻബലമുള്ള ഒരു തലമുറയിലേക്കാണ്, ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് അനുപ അമ്പാടി എന്ന സ്ത്രീയോട്, BJP-കാരിയോട് ഞാൻ പ്രത്യേകമായി പറയുന്നു, RSSന് നിങ്ങളെ ഗോഡ്സെയാക്കാനേ കഴിയൂ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ അഹിംസാവാദിയായ ഗാന്ധിയാക്കാൻ സാധിക്കും.